ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് സൂര്യന് എക്സാം ആണ് കേട്ടോ, മലയാളം സെക്കൻഡ്. ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്. പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ ഒരു ദിവസം വൈകിപ്പോയി. ശരിക്കും ഞാനിത് ഫ്രൈഡേ എടുത്തിട്ട് ശനിയാഴ്ച ഇടണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിങ്ങനെ നീണ്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സൂര്യൻ്റെ റൂമിൽ കുറച്ച് നേരം അങ്ങനെ പോയി ഇരുന്നതാ, വെറുതെ ഒന്നിങ്ങനെ അവൻ പഠിക്കണമൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നെന്ന് മാത്രം. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. അവൻ ഏതായാലും നേരത്തെ എണീറ്റതല്ലേ, അപ്പോൾ ഞാനും കുറച്ച് നേരത്തെ 6 മണിയുടെ മുൻപേ എണീറ്റു. അവൻ അലാം വെക്കുന്ന സമയത്ത് ഞാനും അലാം വെക്കും കേട്ടോ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് ചെക്ക് ചെയ്യും, അവൻ എങ്ങാനും അലാം ഓഫാക്കിയിട്ട് അറിയാണ്ട് കിടന്ന് ഉറങ്ങിയോ എന്നൊക്കെ ഒന്ന് നോക്കി. അവൻ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും കൂടി പോയി കിടക്കും. പക്ഷേ പിന്നെ അങ്ങോട്ട് ഉറക്കം വരില്ല. പിന്നെ എണീക്കാറായിട്ടുണ്ടാവും. അവനങ്ങനെ അത്ര നേരത്തൊന്നും ഇപ്പോൾ ഈ എക്സാമിന് അങ്ങനെ നേരത്തെ ഇരുന്ന് പഠിക്കണ്ടല്ലോ, മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞ് ഇരുന്നതല്ലേ. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് പഠിച്ചാൽ മതി പറയും. കുട്ടികൾക്ക് ഉറക്കം വേണമല്ലോ, അല്ലാണ്ട് തലേന്നൊക്കെ പഠിച്ചൊക്കെ ഒന്ന് ചെയ്തതിൻ്റെ ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതിയല്ലോ രാവിലെ. അപ്പോൾ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റാൽ മതിയല്ലോ. അങ്ങനെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് സാമ്പാർ വയ്ക്കാനുള്ള പരിപാടി കേട്ടോ. സാമ്പാറിലേക്ക് ഇന്ന് ഇഡ്ഡലിയാണ്, ഇഡ്ഡലിയും സാമ്പാറും. ചട്നി ചമ്മന്തി ഒന്നും ഉണ്ടാക്കുന്നില്ല. ചോറിലേക്ക് കൂടിയുള്ള സാമ്പാറും പിന്നെ ഇഡ്ഡലി 2 ദിവസത്തിന് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്ക് കൂടിയുള്ള സാമ്പാർ ഒക്കെ കൂടി കണക്കാക്കിയിട്ട് 2 ദിവസത്തിന്. അപ്പോൾ ഇവിടെ ആണെങ്കിലോ സാമ്പാർ കുറച്ച് അധികം വേണം. മറ്റുള്ള കറികളൊക്കെ കുറച്ച് മതി, പക്ഷേ സാമ്പാർ കുറേ ഇരുന്ന് സാമ്പാർ കുടിക്കുകയാണോ എന്ന് ചോദിക്കും ഞാൻ. അങ്ങനെ പെട്ടെന്ന് തീരും. ഇതിപ്പോൾ പുളി ഞാൻ കഴിഞ്ഞ വർഷം ഉപ്പിട്ട് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ വലിയൊരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുക്കുക ചെയ്യുക അതിലേക്ക്. അപ്പോൾ രാവിലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു, പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ മറന്നു. അപ്പോൾ രാവിലെ ഇപ്പോൾ പുളി നോക്കിയപ്പോഴാണ് അതിൽ തീർന്നിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതിലേക്ക് എടുത്തതാണ്. ഇപ്രാവശ്യം പിന്നെ പുളി അങ്ങനെ ഉപ്പിട്ട് വെക്കേണ്ടി വരില്ല തോന്നുന്നുണ്ട്. വീഴുന്ന പുളികളൊക്കെ നല്ല പഴുത്ത പുളികൾ അപ്പോഴേക്കപ്പോഴേ വല്ല കറികൾക്കൊക്കെ ഉപയോഗിക്കാമെന്നല്ലാണ്ട് ഇതുപോലെ ഉപ്പിട്ട് വെക്കേണ്ട ആവശ്യമില്ല, കുറേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് പുളിയുടെ ആവശ്യം വളരെ കുറവാണ്. അധികം മോരുകറിയും സാമ്പാറിലേക്കൊക്കെ വേണ്ടി വരും. മോരുകറിയൊക്കെ അല്ലേ അധികം വയ്ക്കുക. പിന്നെ മീൻകറി വെക്കലും കുറവാണ്. മീൻ വാങ്ങലും എപ്പോഴെങ്കിലൊക്കെ അല്ലേ വാങ്ങലും. മറ്റ് പച്ചക്കറികളൊക്കെയാണ് അധികം വയ്ക്കുക. അതിലേക്കാണെങ്കിലോ ചിലപ്പോൾ മാങ്ങ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇരുമ്പാമ്പുളിയോ അല്ലെങ്കിൽ അമ്പഴങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ, അപ്പോൾ അതൊക്കെ ഇട്ട് വയ്ക്കും. പുളിയൊക്കെ അതേ കഴിഞ്ഞ വർഷം അതിൽ നിറച്ചുണ്ടായത്, എപ്പോഴും പകുതി പോലും ആയിട്ടില്ല ഉപയോഗിച്ചിട്ട്. ഇന്ന് രാവിലെ അധികം പണികളൊന്നുമില്ല. ഈ സാമ്പാർ വെക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും ഒക്കെ തന്നെ ഉള്ളൂ. വേറെ ചോറും വെച്ചു, അത്രയേ ഉള്ളൂ. ഉപ്പേരി ഇരിക്കുന്നുണ്ട്, പിന്നെ പപ്പടവും കൊണ്ടാട്ടവും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അധികം പണികളൊന്നുമില്ല. അവനിങ്ങനെ എഴുന്നേറ്റപ്പോൾ അവൻ പഠിക്കല്ലേ, അപ്പോൾ പിന്നെ കിടന്നിട്ട് പിന്നെ അധികം ഉറക്കമൊന്നും വരുന്നില്ല എനിക്ക്. അപ്പം അങ്ങനെ എഴുന്നേറ്റ് പോകുന്നതാണ്. സാമ്പാറിലേക്കുള്ള തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്കുള്ള കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈസി അല്ലേ, ഒന്നും പണിയില്ല. ഞാനാണെങ്കിൽ അവന് എക്സാമൊക്കെ തുടങ്ങിയതിന് ശേഷം പിന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെറുപ്പത്തിലുള്ള കാര്യം തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് എന്തോ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഇങ്ങനെ കിച്ചണിൽ നിൽക്കുകയാണെങ്കിലും എവിടെയാണെങ്കിലും ഞാനിങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. അവൻ്റെ SSLC എക്സാം ആയപ്പോൾ അറിയില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് വേറെ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് പണികൾ ഇങ്ങനെ ചെയ്യുക. അന്ന് ആദ്യമായിട്ട് കയ്യിലെടുത്തത് മുതൽ ഇപ്പം ഇങ്ങനെ SSLC എക്സാമൊക്കെ എഴുതാറായല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ഒരു പ്രത്യേക ഫീലാണ്. അവനെ പറ്റിയിട്ട് കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, അവൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, ഭയങ്കര വികൃതിയാണെന്നൊക്കെ പറയുമ്പോൾ കുറേ പേർക്ക് ഒരു അത്ഭുതമാണ്. ഇങ്ങനെ വികൃതിയാണോ, ഇപ്പം ഇങ്ങനെ ഭയങ്കര അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ എല്ലാവരും ചെറുപ്പത്തിൽ വികൃതിയാണെന്നൊക്കെ പറയുമ്പോൾ ആണോ എന്നുള്ള പോലെയാണ്. അവൻ ചെറുപ്പത്തിൽ നല്ല വികൃതിയൊക്കെ ആയിരുന്നു. പഠിക്കാനും ഒരു മടിയും ഒക്കെ ഉള്ള ആൾ തന്നെയായിരുന്നു. തീരെ ചെറുതിലുണ്ടല്ലോ, സ്കൂളിൽ പോണതിൻ്റെ മുൻപ് നമുക്ക് കുട്ടികളേനൊക്കെ ഇങ്ങനെ 1 2 3 ABCD അതൊക്കെ ഇങ്ങനെ പഠിച്ച് അവരിങ്ങനെ പറഞ്ഞു കേൾക്കാൻ ഭയങ്കര ഒരു രസമാണല്ലോ. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതുകൊണ്ട് കേട്ടോ. അവരിനി അങ്ങോട്ട് അതിന് ശേഷമുള്ള വർഷങ്ങൾ പഠിക്കാനുള്ളവർ തന്നെയാണ്. പക്ഷേ നമുക്ക് എന്തോ ഒരു രസം തോന്നും, ചെറിയ മക്കളിങ്ങനെ 1 2 3 ABCD ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്കൂളിൽ പോണതിൻ്റെ മുൻപ് തന്നെ പറഞ്ഞു കേൾക്കാൻ. അങ്ങനെ ബാക്കിയുള്ള കുട്ടികളൊക്കെ അതിങ്ങനെ വെള്ളം പോലെ പറയുന്നുണ്ട്. ഇവൻ പറയില്ല. ഇവനെ ഞാൻ ഒന്ന് നോക്കി പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ. അപ്പോൾ ഇവൻ പറയും
അതുവരെ ഇരുന്ന് കളിക്കാവും. നമുക്ക് 1, 2, 3 അല്ലെങ്കിൽ ABCD ഒക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അപ്പോൾ പറയും എനിക്ക് ഉറക്കം വരുന്നു. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നുറങ്ങുക. കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അതൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയി കിടന്നുറങ്ങും. അപ്പോൾ പിന്നെ ഇതേപോലെ ഉറങ്ങാൻ മടിയുള്ള സമയത്ത് പിന്നെ ഞാൻ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ പറയും, നമുക്ക് ഇന്ന് ABCD ഒന്ന് ചൊല്ലിയാലോ പറയും. അപ്പോൾ വേഗം ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനമൊക്കെ അവിടെ ഇട്ടിട്ട് വേഗം ഉറങ്ങാൻ കിടക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു മടിയുള്ള ഒരാളായിരുന്നു. പിന്നെ KG-യിലൊക്കെ ആയപ്പോഴേക്കും അവൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് പിന്നെ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ പഠിക്കും. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെ പഠിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അവന് പഠിക്കാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്കൂളിൽ പോകാനും വരെ മടിയൊന്നുമില്ല. സ്കൂളിലൊക്കെ പോവും. ബസ്സൊക്കെ വരുമ്പോഴേക്കും ഒക്കെ റെഡിയാകും. നമ്മൾ അങ്ങനെ റെഡിയാക്കുമ്പോൾ രാവിലെ എണീപ്പിച്ച് അതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആക്കും. പക്ഷേ 1-2 ദിവസം മാത്രം ഒരു അടവൊക്കെ എടുത്തു. വയറുവേദനയാണെന്നോ എന്തൊക്കെ പറഞ്ഞിരിക്കും. എന്നിട്ട് പിന്നെ ബസ് ഇങ്ങനെ പോണ ടൈം ആകുമ്പോൾ അവങ്ങനെ ബസ് പോണ ടൈം അറിയാലോ അവന്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അവൻ അങ്ങോട്ട് ഇരുന്ന് കളിക്കാൻ തുടങ്ങും. അപ്പോൾ നിനക്കിപ്പോൾ വയറുവേദന ഇല്ലേ? ഇല്ല, ബസ് പോയല്ലോ പറയും. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അടവുകളൊക്കെ ചെറുപ്പത്തിലൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള സ്കൂളിൽ പോകാനുള്ള മടികളൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. ഈ 1-2 ദിവസം തന്നെ അങ്ങനെയുള്ള ഓരോ കള്ളത്തരൊക്കെ പറഞ്ഞിരുന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം പഠിക്കുന്ന ഒരു രീതി, അതായത് വലിയ ക്ലാസ് ടോപ്പറൊന്നുമല്ല, ഒരു 6ാം ക്ലാസ് വരെ അവിടെ അല്ലായിരുന്നോ, അപ്പോഴൊരു അത്ര മോശമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പഠിച്ചു പോകുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്ന് 6ലാണ് ജോയിൻ ചെയ്തത്. പിന്നെ 6ഉം 7ഉം ഏകദേശം അതുപോലൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഒരു 8ലൊക്കെ എത്തിയതിന് ശേഷമാണ് പിന്നെ അവന് സ്വന്തമായിട്ട് പഠിക്കണം എന്നൊക്കെയുള്ളൊരു ബോധത്തിലേക്ക് വന്നു തുടങ്ങിയത്. 9ഒക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടി നന്നായി. പിന്നെ അവൻ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. മറ്റേത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം, ഇങ്ങനെ പഠിക്കുക, ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കണമെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്ക് തന്നെ അവൻ സ്വന്തമായിട്ട് പഠിക്കാൻ ഞാനങ്ങ് വിട്ടുകൊടുക്കും എന്നുള്ളത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കളി അധികമാകുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ച് കൊടുത്താൽ മതി. എന്താ ഇങ്ങനെ ഇരുന്ന് കളിക്കണേ, പഠിക്കേണ്ടതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങനെ പോയിരുന്ന് പഠിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ 9ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും പിന്നെ അവൻ സ്വന്തമായിട്ട് അവന് പഠിക്കാനുള്ള സമയത്ത് അവൻ തന്നെ സ്വന്തമായിട്ട് പഠിക്കും, ആ രീതിയിലേക്ക് മാറി. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ എണ്ണ തേക്കുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്തിനാ അതിൻ്റെ അടിയിൽ തേക്കണേന്നൊക്കെ ചോദിക്കുമായിരുന്നു. അത് തിരിച്ച് വെച്ചാൽ പോലെയായിരുന്നു. പക്ഷേ ഇതിൽ ഒരേ പൊസിഷനിലേ വെക്കാൻ പറ്റുള്ളൂ ഈ ഇഡ്ഡലി തട്ടിൽ. പക്ഷെ അങ്ങനെ അതുകൊണ്ടൊരു പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇഡ്ഡലി തന്നെ അതിൽ ഉണ്ടാക്കാനൊക്കെ പറ്റും. നല്ല ഒതുങ്ങിയ ഒരു ഇഡ്ഡലി പൊട്ടാണ്. വിഡിയത്തിൻ്റെയാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തിടാം കേട്ടോ. ഇത് ബാക്കിയുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റുന്നതാണ്. ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങ് എടുത്ത് വയ്ക്കും. ഇനി വെണ്ടയ്ക്ക കൂടി അതിൽ മുറിച്ചിടാനുണ്ടായിരുന്നു. വെണ്ടയ്ക്ക ഇപ്പോൾ രാവിലെ കൊണ്ടുവന്നത്, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷേ ഏട്ടൻ മറന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ വെണ്ടയ്ക്ക കഴുകി ഞാൻ വേറൊരു പ്ലേറ്റിൽ ആദ്യം നുറുക്കിയിടും. എന്നിട്ട് അതിൽ കേട് ചിലപ്പോൾ ഇങ്ങനെ നുറുക്കിയിടുമ്പോൾ കാണാം. മറ്റേത് എല്ലാ കഷ്ണത്തിൻ്റെ കൂടെ അങ്ങ് നുറുക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചാവില്ലേ. അപ്പോൾ അത് സെപ്പറേറ്റാണ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ ഒന്നിച്ച് ഞാൻ ബാക്കി മുരിങ്ങക്കായ, തക്കാളി, പച്ചമുളക് ഒക്കെ ഇടുന്ന കൂട്ടത്തിൽ കൂടെ ഇതും അങ്ങ് വെണ്ടയ്ക്ക് ഇട്ടിട്ട് അങ്ങ് വേവിക്കും. പിന്നെ അരച്ച് വെച്ചതില്ലേ, തേങ്ങ വറുത്തതും ഒക്കെ ഉള്ളത്, അതെല്ലാം ഞാനിപ്പോൾ ഇതിലേക്ക് അങ്ങ് ഒഴിക്കും. അമ്മ ചോദിക്കും, നീ എന്താ ഒറ്റക്കൂടി ഒഴിക്കണമെന്ന് ചോദിക്കട്ടെ, ഇത് ആരും നിനക്ക് പറഞ്ഞെന്തെങ്കിലെന്നൊക്കെ പറയും. അമ്മയൊക്കെ ആദ്യം കഷ്ണം വെന്തിട്ട് പിന്നെ ലാസ്റ്റാണ് ഈ തേങ്ങയൊക്കെ അരച്ചത് ചേർക്കുള്ളൂ. ഞാൻ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് അങ്ങനെ തിളപ്പിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല, അതിനും കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമ്മ ആ ഒരു സിസ്റ്റത്തിലേ ചെയ്യുള്ളൂ. ഞാൻ അതിൽ നിന്നൊന്ന് മാറി ഒരുമിച്ചങ്ങ് അങ്ങ് കറിയിൽ ചെറിയൊരു കറിയിൽ ടേസ്റ്റിലൊന്നും മാറ്റമൊന്നുമില്ല. ഞാനിങ്ങനെ ചെയ്യും. ഏതായാലും വറുത്ത തേങ്ങയല്ലേ, അതിപ്പോൾ ഒന്ന് തിളച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വെണ്ടയ്ക്ക എപ്പോഴും ഞാൻ പുളി ഒഴിച്ചതിന് ശേഷം കേട്ടോ ചേർക്കുള്ളൂ. അത് അല്ലെങ്കിൽ പുളിയുടെ മുൻപ് ഒഴിക്കുന്നതിന് മുൻപ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കറി ഇങ്ങനെ കൊഴുത്ത പോലെ ഇരിക്കും. അപ്പോൾ എപ്പോഴും ഒന്ന് പുളി ഒഴിച്ച് തിളച്ചതിന് ശേഷമാണ് വെണ്ടയ്ക്ക ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിങ്ങനെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേത് ഇങ്ങനെ വെണ്ടയ്ക്ക നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയൊക്കെ ചെയ്യുമല്ലോ, നല്ല കൊഴുപ്പില്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ അധികം വഴറ്റിയിട്ട് ചേർക്കണമെന്നൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ ഏട്ടനവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അത് ഞാനൊരു പാത്രത്തിലാക്കി വെക്കട്ടെ. ഇത് മുട്ടറുത്ത് കൊടുന്ന തേങ്ങയാണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മീൻകറിയിലോ അതിലേക്ക് അങ്ങനെയൊന്നും ഉള്ളതിലൊന്നും ചേർക്കില്ല. ഞാൻ പച്ചക്കറിയിൽ മാത്രമേ ചേർക്കുള്ളൂ. ഇതങ്ങ് ചിരകി വെച്ചതായിരുന്നു. എനിക്ക് തേങ്ങയുടെ ആവശ്യമൊന്നും ഇന്ന് രാവിലെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതങ്ങ് ചിരകി വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ വെച്ചിട്ട് അങ്ങ് ചിരകി തന്നതാണ്.
ഇനിയിപ്പോൾ സൂര്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരും. അവനുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ കറി ഒന്ന് വറുത്തിടണം. ഇഡ്ഡലി ഒക്കെ വെന്ത് ഇറക്കി വെച്ചിരിക്കുന്നു. അതിന് കാസറോളിലേക്ക് എടുത്താൽ മതി. ഇപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ കഴിക്കാൻ വരും. സാധാ സ്കൂളിൽ പോകണ സമയം അങ്ങനെയാണെങ്കിൽ അവൻ ആ കറക്റ്റ് ടൈമിന് ഓടി വരും. എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് ഒറ്റ ഓട്ടമാണ്. ബസ്സിൻ്റെ സമയത്തിന് ഒറ്റ ഓട്ടമാണ്. എക്സാം ആയതിനു ശേഷം കുറച്ചൊരു മാറ്റമുണ്ട്. കുറച്ച് നേരത്തെ വന്നിരിക്കും. ഭക്ഷണം കഴിച്ചൊക്കെ സാവകാശം ഇറങ്ങണ വിധത്തിലൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അവൻ കഴിക്കാൻ വരാറായി. എക്സാം ഉള്ളപ്പോഴേ അവൻ ആദ്യം കഴിക്കും. കുറച്ച് നേരത്തെ ഇറങ്ങണതല്ലേ. അവൻ പോയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കഴിക്കുക. പിന്നെ മലയാളം സെക്കൻഡാണ് എക്സാം. അവന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മലയാളമാണ്. മലയാളം പഠിക്കാൻ അവിടെ ഗൾഫിൽ പഠിച്ചിട്ടില്ലല്ലോ. ഇവിടെ വന്നിട്ട് 6 വന്ന് ഈ എഴുതി പഠിക്കാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, 6ാം ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 6, പിന്നെ 7, 8, 9 അതിലൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവായി വന്നിരുന്നു. 6 6 7 അവൻ്റെ മലയാളം പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേതാ ഭാഷ എന്ന് തോന്നും. എന്തൊക്കെയോ എഴുതി വെക്കും. ടീച്ചേഴ്സിന് തന്നെ ഇങ്ങനെ ഇതെന്താണിത് എന്നുള്ള പോലെ അങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇത് ഏത് ഭാഷ എന്ന് അവരെന്നെ വിചാരിച്ച് കാണും. പിന്നെ അവന് പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം തന്നെ, അങ്ങനെ അവിടെ പഠിച്ച കുട്ടിയായ കാരണം അതിൻ്റെ ഒരു അവർ ശ്രദ്ധിക്കും ചെയ്തിരുന്നു കേട്ടോ. അവനെ സ്കൂളിലേക്ക് ഇറങ്ങണ നേരത്തെ ഏട്ടൻ കുളിക്കുകയായിരുന്നു. അപ്പോൾ ബെസ്റ്റ് വിഷസ് ഒന്നും പറയാൻ നേരിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് വേഗം കുളി കഴിഞ്ഞിട്ട് ഓടിയതാണ്. അവൻ ബസ് കയറിയോന്ന് ചോദിക്കലും വേഗം ഓടി ചെന്നിട്ട് ഇങ്ങനെ ബെസ്റ്റ് വിഷസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോയതാണ്. ഇനി ബസ്സൊക്കെ കയറി ഇങ്ങനെ തിരിച്ചു വരാൻ വെച്ചിട്ട് അവിടെ തന്നെ കുറച്ച് നേരം നിന്ന് ഇങ്ങനെ അവൻ്റെ അടുത്ത് നിന്ന് വർത്താനം പറഞ്ഞതാണ് ഏട്ടൻ. ഇനി ചോറ് വാർത്തിട്ട് ചായ കുടിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. ഈ പോട്ടുണ്ട്, ഈ തെർമൽ പോട്ടില്ലേ, ഇത് ബ്രാൻഡ് ക്യൂബി എന്നാണ് കേട്ടോ. ഇത് ഓൺലൈൻ വാങ്ങിച്ചതല്ല, അതാണ് ലിങ്ക് ഇടാത്തത്. 1.5 kg ആണ്. നമുക്ക് ശരിക്കും 1 kgയുടെ തന്നെ മതി. ഇതിപ്പോൾ ആ വാർത്ത് വെച്ചിരിക്കുന്ന ചോറ് വയ്ക്കുന്ന പാത്രമില്ലേ, അത് ചെറുതാണ്. അത് വേറെ പാല് കാച്ചലൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ വീട്ടിൽ, ആ സമയത്ത് അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ശരിക്കുള്ളത് ആ വെള്ളം തിളപ്പിക്കുന്ന വലുതാണ്. പിന്നെ ആരെങ്കിലും 2 ആൾക്കാർ അധികം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറെ ഏതെങ്കിലും പാത്രത്തിൽ ചോറ് വെക്കേണ്ടി വരില്ല. അതാണ് 1.5 kgയുടെ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഏട്ടനുള്ള ലഞ്ച് പാക്ക് ചെയ്യുന്നതാണ്. പപ്പടവും കൊണ്ടാട്ടമാണ് കേട്ടോ ആ പാത്രത്തിലുണ്ടായിരുന്നത്. അത് സ്റ്റീൽ പാത്രമാണെങ്കിലും അത് ഒരു എയർ ടൈറ്റ് പാത്രമാണ്. അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടവും കൊണ്ടാട്ടമൊന്നും തണുത്ത് പോവില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്, എനിക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ പോലെ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഓൺലൈൻ സ്റ്റോർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറേ മുൻപേ ഉള്ളൊരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തുടക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ വേഷ്ടി മുണ്ട് മാത്രം ഈ കുത്താമ്പുള്ളിയുടെ പാലക്കാടുള്ളതല്ലേ കുത്താമ്പുള്ളി നെയ്ത്ത്, അതിൻ്റെ വേഷ്ടി മുണ്ട് മാത്രം ഒന്നൊരു ചെറിയ രീതിയിലൊരു സെയിൽ നടത്താൻ ഒരു പ്ലാനിൽ ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ വ്ളോഗില്ലേ, ഇത് ഫ്രൈഡേ എടുത്തതാണ്. ഞങ്ങൾ പോയത് ശനിയാഴ്ചയാണ് കുത്താമ്പുള്ളി പോയത്. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്, അതിന് എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് അത് ഇടാലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോയതിൻ്റെ കാര്യങ്ങളും പിന്നെ വാങ്ങിച്ച മെറ്റീരിയലുകളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. ഈ വേഷ്ടി മുണ്ടിലും തന്നെ തുടങ്ങാൻ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം വേഷ്ടി മുണ്ടുമാണ്. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വേഷമാണല്ലോ അത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിന് എൻ്റെ കളക്ഷൻസ് കാണിച്ചപ്പോൾ തന്നെ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ടൊക്കെ, എവിടുന്നാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഇതിന് സെയിലുണ്ടോ, മീൻസ് ഹോം ഡെലിവറി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഐഡിയ തോന്നിയതാണ്. ഇനിയിപ്പോൾ വിഷു വരില്ലേ, 1 മാസം കൂടിയല്ലേ ഉള്ളൂ വിഷുവിന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ വാങ്ങിച്ച വേഷ്ടി മുണ്ടിൻ്റെയൊക്കെ വീഡിയോ അടുത്ത വ്ളോഗിലിടാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇൻസ്റ്റാ ഐ ഡി ഇപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, പലർക്കും ഇല്ല എന്നൊക്കെ പറയണ കേൾക്കാം. അപ്പോൾ വാട്സപ്പ് നമ്പർ, വേറൊരു വാട്സപ്പ് നമ്പർ കൂടി അതിൽ ആഡ് ആക്കാൻ നോക്കാം.
ഇത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അടുത്തത് കുർത്തീസും അതേപോലെ സാരീസും ഒക്കെ ആയിട്ട് അതുകൂടി ചെയ്യാനുള്ള ഒരു പ്ലാൻ കൂടി ഉണ്ട്. ആദ്യം ഇതിൻ്റെ കാര്യമൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് അടുത്തത്. ഈ കർട്ടൻ പ്ലാന്റ്സിൻ്റെ മുകളിൽ ഇപ്പോൾ നിറയെ ചമ്മലിങ്ങനെ വന്നിട്ട് വീഴും. മുകളിൽ നിന്ന് ഈ മാവിൻ്റെ മാവിൻ്റെ ഇലയും അതേപോലെ കണ്ണിമാങ്ങയൊക്കെ നിറയെ വീണിട്ട് ഇതിനോളിങ്ങനെ തങ്ങി നിൽക്കും. അതാണ് ഇതിൻ്റെ ഫുള്ള് ഞാനിങ്ങനെ കുടഞ്ഞിട്ട് കളയുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്ന ചേമ്പിൻ്റെ ചെടി ഏതാണെന്നിങ്ങനെ എല്ലാവരും ചോദിക്കും. അതിൻ്റെ പേര് അലോക്കേഷ്യ എന്നാണ് കേട്ടോ. അത് കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്തും ആണ് കൂടുതൽ വളരുക എന്ന് തോന്നണു. കുറച്ച് വെയിലുള്ള സ്ഥലത്ത് അതിങ്ങനെ ഇത്ര ഇങ്ങനെ പരന്ന് നിൽക്കില്ല. അതിൻ്റെ ഇല ഇങ്ങനെ കൂർത്തിങ്ങനെ മുകളിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇനി മഴക്കാലം തുടങ്ങിയിട്ട് വേണം കർട്ടൻ പ്ലാന്റ്സ് ഏറ്റവും മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. ഒരേപോലെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് നന്നായിട്ടുണ്ടാവും. അന്നൊരു ചെടി കരിഞ്ഞതിനെ പറ്റി പറഞ്ഞില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞുപോയി. അതിൻ്റെ അടുത്ത് നിന്നായിരുന്നു കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്രയ്ക്കില്ല, ഇപ്പോൾ അത്ര കരിഞ്ഞതായിട്ട് കാണുന്നില്ല. മറ്റത് കംപ്ലീറ്റ് പോയി. അപ്പോൾ അവിടേക്കാണ് ആ മെലാസ്റ്റോമ പറഞ്ഞിട്ടുള്ള ഒരു ചെടി, ഒരു വയലറ്റ് പൂവുള്ള ചെടി ചട്ടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, അത് മണ്ണിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോഴേ നന്നായിട്ടുണ്ടാവുകയെന്ന് അത് ഇവിടേക്ക് മാറ്റി. അങ്ങനെ മുറ്റൊക്കെ അടിച്ചൊരി നമ്മുടെ പേഷ്യലെത്തി. കുറേ പേരുടെ ഒരു ഡൗട്ടാണ്, എന്താണ് ഇവിടെ കേർട്ടൻ ഇടാത്തത് എന്നൊക്കെ. അപ്പോൾ കർട്ടൻ ഇപ്പോൾ തൽക്കാലം ഇടണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പുറത്ത് കാണുന്നതാണ് തറവാട് വീട്. പിന്നെ അങ്ങനെ ഒരു പ്രൈവസി ഇഷ്യൂ ഇല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പ്രൈവസി ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. ഇത് ഡൈനിങ് ഏരിയയും കിച്ചണും അല്ലേ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നുള്ളൂ. പിന്നെ അത് നമ്മളുടെ വീട് തന്നെയല്ലേ. പിന്നെ ഇതിൽ വേറെയും വർക്ക് വരുന്നുണ്ട്. പേഷ്യോ അവിടെ കോമ്പൗണ്ട് വാളിലേക്ക് ഗ്രിൽസ് കൊടുക്കാനുള്ളതെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അത് പിന്നെ അന്ന് പെട്ടെന്ന് ഹൗസ് വാമിങ്ങൊക്കെ നടത്തിയ കാരണം ധൃതി ഇല്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയതാണ്. ഇനി അങ്ങനെ എന്താ കോമ്പൗണ്ട് വാളിലേക്ക് ഗ്രിൽസ് കൊടുത്ത് നിറയെ ചെടികൾ പടർത്തി അങ്ങനെയുള്ള ഒരു പ്ലാനാണ് ഇതിൻ്റെ മുകളിൽ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും പ്രൈവസി ഇഷ്യൂസ് വരികയാണെങ്കിൽ അപ്പോൾ കർട്ടൻ ചെയ്യാം എന്ന പ്ലാനിലാണ്. വെയിൽ വരില്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അടിച്ചു വരാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ഇവിടെ കുറച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചതാണ്. ഈ ഇരിക്കുന്ന 7up ബോട്ടിൽ വേറെ ആവശ്യത്തിനൊന്നല്ല, ഇത് പ്ലാന്റ് ഇട്ട് വെക്കാനാണ് കേട്ടോ. ചെടികൾ ഇങ്ങനെ ഇതിലിവിടെ അവിടെ ജനലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടില്ലേ, അത് ആ പോട്ടിലേക്ക് ഇങ്ങനത്തെ വെള്ളത്തിൽ വെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലാക്കിയിട്ട് അതങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് അതിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മറ്റേ പോട്ടിലേക്ക് ഇറക്കി വെക്കുക. അല്ലെങ്കിൽ നല്ല വേറെ കാണാൻ ഭംഗിയുള്ള പോട്ട് വാങ്ങിക്കുമ്പോൾ വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് അങ്ങ് ഇറക്കി വെക്കുക ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 7up ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് യൂസ് ആക്കും. പിന്നെ കുറേ പേരുടെ സംശയമാണ് ഇത് ഒരു നില വീടായ കാരണം നല്ല ചൂട് വരില്ലേ എന്നുള്ളത്. ഇവിടെ ലിവിങ്ങിൽ മറ്റേ ഭാഗത്തെ അപേക്ഷിച്ചിട്ട് ചൂട് കുറവാണ്. ഡൈനിങ്ങിൽ അപേക്ഷിച്ചിട്ട് ലിവിങ്ങിൽ ചൂട് കുറവാണ്. ഓടാണല്ലോ ചെയ്തിരിക്കുന്നത്, ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഒരു ഓപ്പൺ കോർട്ട്യാർഡ് ഉണ്ട്. അപ്പോൾ നമ്മളെ ചൂടുവായുവൊക്കെ മുകളിലേക്ക് പോകുന്നതാണ് ഈ കോർട്ട്യാർഡിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഫീൽ ചെയ്യുന്നതാണ് അവിടെ വരുമ്പോൾ ഒരു മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരു ചൂട് കുറവ്. പിന്നെ റൂമിൽ AC ഒക്കെ ഉള്ള കാരണം അങ്ങനെ ഒരു ചൂടിൻ്റെ ഒരു ഇഷ്യൂസ് ഒന്നും, അങ്ങനെ ഒരു നില വീട് വെച്ചുകൊണ്ട് ചൂട് കൂടുതൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തോന്നാറില്ല. പിന്നെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്തിനാ 2 നില വീട് വെക്കുന്നത്? അതിനുള്ള ചൂട് കുറയ്ക്കാൻ AC ഫാന് കാര്യങ്ങളൊക്കെ വെച്ചാൽ പോരെ. ആവശ്യമില്ലാത്ത 2 നില വീട് വേണ്ടല്ലോ. ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ 2 നില, ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2 നില വീട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് അടിച്ചുവാരൽ മാത്രമേ ഉള്ളൂ കേട്ടോ, തുടക്കലില്ല. തുടക്കലൊക്കെ നാളെ അടിച്ചുവാരലും തുടക്കലൊക്കെ കൂടിയുള്ള ദിവസം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഇവിടെ തുടക്കൽ. സൂര്യൻ എക്സാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 11:30 കഴിയുമ്പോഴേക്കും അവൻ എത്തും. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വാട്ടർമെലണൊക്കെ ഒന്ന് മുറിച്ച് വെക്കട്ടെ വിചാരിച്ചിട്ട് വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വാട്ടർമെലണൊക്കെ മുറിച്ച് വെച്ചിട്ട് കുറച്ച് നേരം എഡിറ്റിങ്ങിന് ഇരിക്കണം. അപ്പോഴേക്കും അവൻ എത്തും. ഹലോ, എവിടെ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? വരൂ.
പരീക്ഷാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വാട്ടർമെലണൊക്കെ കഴിച്ചിട്ടിരിക്കട്ടെ. ഈ വർക്ക് ഏരിയയിൽ നിങ്ങടെ ഇറങ്ങണ ഈ സ്ഥലല്ലേ, ഇവിടെ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ വാട്ടർമെലണൊക്കെ കഴിച്ചിട്ട് ഓരോ വിശേഷമൊക്കെ പറഞ്ഞിട്ടിരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.